ഓസ്ട്രിയ എന്ന് പറഞ്ഞിട്ടുള്ള യൂറോപ്യൻ കൺട്രിയെ കുറിച്ച് നിങ്ങളെല്ലാവരും ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ജർമ്മനിയുമായിട്ട് അതിർത്തി പങ്കിടുന്ന എക്കണോമിക്കലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ ഉള്ള ഒരു കിടിലൻ യൂറോപ്യൻ ഷങ്കൺ കൺട്രിയാണ് ഓസ്ട്രിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജർമ്മനിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. അതുപോലെ തന്നെ ഓസ്ട്രിയയിലും ഫ്രീ എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ ഓസ്ട്രിയയിൽ പോകുന്നുണ്ട്. ഒരുപാട് കോഴ്സസ് ഓസ്ട്രിയയിൽ അവൈലബിൾ ആണ്. പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ IT, മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ തുടങ്ങിയ ഒരുപാട് കോഴ്സസ് നിങ്ങൾക്ക് ഡിഗ്രിയിലും PGയിലും ഒക്കെ ചെയ്യാൻ പറ്റും. ജർമ്മനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഈസി പ്രോസസ്സ് ഉള്ളത് ഓസ്ട്രിയയിലാണ്. ഓസ്ട്രിയയിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. ജർമ്മനിയിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കണമെന്നുള്ള കാരണം കൊണ്ട് ഒരുപാട് പേര് ജർമ്മനി സെലക്ട് ചെയ്യാതെ ഇപ്പോൾ ഓസ്ട്രിയ സെലക്ട് ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ ജർമ്മനിയുടെ അതേ ലെവലിലുള്ള ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. IELTS ബേസിക് സ്കോർ ആയിട്ടുള്ള 6 മാത്രം മതി. ഡിഗ്രിക്ക് ഒരു 60% ഉള്ള ആളുകൾക്കൊക്കെ ഈസി ആയിട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻസ് എടുക്കാം. ഓസ്ട്രിയയുടെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഓസ്ട്രിയയിൽ സ്പൗസുമായിട്ട്, അതായത് ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് യൂറോപ്യൻ കൺട്രിയാണ് ഓസ്ട്രിയ എന്ന് പറയുന്നത്. പാർട്ട് ടൈം ജോബിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റും. സ്പൗസിന് ഫുൾ ടൈം ജോബ് ചെയ്യാൻ പറ്റും. അത് നേരത്തെ പറഞ്ഞ പോലെ IELTS ബേസിക് സ്കോർ ആയിട്ടുള്ള 6 മാത്രം മതി. കോഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഗ്യാരണ്ടീഡ് ആയിട്ട് 1 ഇയർ സ്റ്റേ ബാക്ക് കിട്ടും. ആ ടൈമിൽ ഒരുപാട് MNCs ഒക്കെ ഓസ്ട്രേലിയയിൽ ഉള്ളത് കാരണം ഒരു ജോബ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും. അപ്പം ഓസ്ട്രേലിയയിലെ നെക്സ്റ്റ് ഇൻടേക്സ് ഒക്കെ ഇപ്പോൾ ഓപ്പൺ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കണക്ട് വിത്ത് ഓൾ ഗേറ്റ്സ് ഇന്റർനാഷണൽ.